2002 US കെൻടക്കി എന്ന സ്റ്റേറ്റിൽ ജോർജ് ടൗൺ എന്ന ഒരു സ്ഥലം. അവിടെ 41 വയസ്സുള്ള ഡയൻ എന്ന സ്ത്രീ തന്റെ 20 വയസ്സുള്ള സ്റ്റെഫാനി എന്ന മകളുമായി ജീവിക്കുകയാണ്. ഈ ഡയൻ തന്റെ ഭർത്താവുമായുണ്ടായ ചില പ്രശ്നങ്ങൾ കാരണം അയാളിൽ നിന്നും പിരിയുകയും മകളുമായി ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്. ജൂൺ മാസം 2, 2002 20 വയസ്സുള്ള സ്റ്റെഫാനി തന്റെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യാൻ പോയി. രാവിലെ 7 മണിക്കാണ് തിരികെ വന്നത്. വീടിന് മുൻപിലെത്തിയപ്പോൾ തന്നെ അവൾക്ക് വല്ലാത്ത ഞെട്ടിലുണ്ടായി. വീടിന്റെ മുൻവശത്തെ കതക് തുറന്നു കിടക്കുകയായിരുന്നു. വീടിനുള്ളിലേക്ക് കടന്ന അവൾ അവളുടെ അമ്മയെ വിളിച്ചുകൊണ്ടേ മുൻപിലേക്ക് നടന്നു. അമ്മയുടെ ബെഡ്റൂമിലേക്ക് ചെന്ന് നോക്കുന്നു. അമ്മ അവിടെ ഇല്ല. ഇപ്പൊ സ്റ്റെഫാനി അവളുടെ മുറിയിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച അവളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്തതായിരുന്നു. സ്റ്റെഫാനിയുടെ മുറിയിൽ അവളുടെ അമ്മ ഡയൻ രക്തം വാർന്നു കിടക്കുന്നു. ഏതോ ഒരാൾ അവരുടെ ശരീരത്തിൽ ഏകദേശം 29 തവണയോളം കത്തിക്കൊണ്ട് കുത്തിയിട്ടുണ്ട്. അതിൽ 9 തവണ അവരുടെ തലയിൽ തന്നെ കുത്തിയിട്ടുണ്ട്. ആദ്യ കാഴ്ചയിൽ തന്നെ അമ്മ മരിച്ചു എന്നുള്ളത് അവൾക്ക് മനസ്സിലായി. ഉടനെ പോലീസും പാരാമെഡിക് ടീമിനെ വിവരമറിയിച്ചു. പാരാമെഡിക് ടീം വന്ന് പരിശോധിക്കുമ്പോൾ യാതൊരു സംശയവുമില്ല, ഡയൻ പല മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ മരിച്ചുവെന്ന് പറഞ്ഞു. എന്നാൽ ആ ഒരു സ്ഥലത്ത് പോലീസ് പരിശോധിക്കുമ്പോൾ അവരുടെ വീടിന്റെ കതക് പൊളിച്ചകത്തേക്ക് വന്നതുപോലുള്ള യാതൊരു അടയാളവുമില്ലായിരുന്നു. അതിനാൽ തീർച്ചയായും ഇത് ചെയ്തവൻ അവർക്ക് അറിയാവുന്നവർ തന്നെയായിരിക്കണം. അയാളെ വിശ്വസിച്ച് വീടിനകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. ഇത് ഡയനെ നന്നായി അറിയാവുന്ന ഒരാൾ തന്നെയായിരിക്കണം കുറ്റവാളി എന്ന് മനസ്സിലായി. ഒരുപക്ഷെ ഡയന്റെ ഭർത്താവ് ഇത് ചെയ്തിട്ടുണ്ടാകുമോ, അല്ലെങ്കിൽ ആരും അറിയാതെ ഡയന് ബോയ്ഫ്രണ്ട് ഉണ്ടാകുമോ? ഇങ്ങനെ പല കുഴപ്പങ്ങളും ട്വിസ്റ്റുകളും നിറഞ്ഞ വളരെ വ്യത്യസ്തമായ ഒരു കേസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് മുൻപായി നിങ്ങളുടെ സമയം 2 സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റിവെച്ച് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങൾ തരുന്ന ലൈക്കും കമൻറ്റുമായിരിക്കും എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ. നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. യുഎസിലുള്ള ഗ്രേറ്റ് ലേക്ക് സ്റ്റേറ്റ് എന്ന സ്ഥലത്താണ് ഡയൻ 1961 ജനിച്ചു. ഡയന്റെ കൂടെ ജനിച്ചവർ മൊത്തം 3 സഹോദരിമാരുണ്ടായിരുന്നു. ഡയൻ ചെറിയ പ്രായത്തിലായിരിക്കുമ്പോൾ തന്നെ അവളുടെ അച്ഛൻ ആ കുടുംബത്തെ വിട്ട് പിരിഞ്ഞതുകൊണ്ട് സിംഗിൾ മദറായി ഡയന്റെ അമ്മ ഈ 3 മക്കളെയും കഷ്ടപ്പെട്ട് വളർത്തി. ഡയനും വളരെ ഉത്തരവാദിത്തത്തോടുകൂടി സ്കൂൾ, കോളേജ് എല്ലാം അവസാനിച്ച് സ്റ്റീഫൻ എന്നയാളെ പരിചയപ്പെടുന്നു. അയാളെ പ്രണയിക്കുന്നു. ഒരു ഘട്ടത്തിൽ രണ്ടുപേരും വിവാഹം കഴിക്കുന്നു. സ്റ്റീഫനെ വിവാഹം കഴിച്ചതിന് ശേഷം സ്റ്റീഫൻ ഡയൻ ദമ്പതികൾക്ക് അടുത്തടുത്ത് 2 കുഞ്ഞുങ്ങൾ ജനിച്ചു. ആദ്യത്തേത് ഒരു മകൻ. ആ മകന് സ്റ്റീഫൻ ജൂനിയർ എന്ന പേര് കൊടുത്തു. രണ്ടാമതായി ഒരു പെൺകുഞ്ഞ് ജനിച്ചു. അവൾക്ക് സ്റ്റെഫാനി എന്ന പേര് കൊടുത്തു. ഇങ്ങനെ ഇവരുടെ ജീവിതം നന്നായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ 1991 സ്റ്റീഫൻ ഡയൻ എന്ന ഈ ദമ്പതികൾക്കുള്ളിൽ ചില വാക്കുതർക്കങ്ങളും പൊരുത്തക്കേടും ഉണ്ടാവുകയും രണ്ടുപേരും വിവാഹമോചനം നേടി. ഇപ്പോൾ ഡയൻ തന്റെ 2 മക്കളുടെയും കസ്റ്റഡി വാങ്ങുന്നു. എങ്കിലും തന്റെ ഭർത്താവുള്ള വീട്ടിൽ ജീവിക്കാൻ ആഗ്രഹമില്ലാതെ 1991 ജോർജ് ടൗൺ എന്ന സ്ഥലത്ത് 2 മക്കളുമായി വരുന്നു. അവിടെ തന്നെ ജോലി ചെയ്ത് മക്കളെ നോക്കാൻ തുടങ്ങി. അങ്ങനെ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഡാനി എന്നയാളെ പരിചയപ്പെടുന്നു. അയാളെ ഇഷ്ടപ്പെടുന്നു. അയാൾ 2 കുഞ്ഞുങ്ങളെയും നന്നായി നോക്കും എന്നുള്ള വിശ്വാസത്തിൽ ഡയൻ അയാളെ വിവാഹം കഴിക്കുന്നു. ഏകദേശം 8 വർഷം ഈ ഒരു വിവാഹ ജീവിതം നന്നായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഈ ദമ്പതികൾക്കിടയിൽ പ്രശ്നമുണ്ടാവുകയും രണ്ടാമതായി വിവാഹം കഴിച്ച ഈ ഡാനിയെയും അവർ ഡിവോഴ്സ് ചെയ്യുന്നു. ഈ സമയത്ത് ഇവരുടെ മക്കളെല്ലാവരും വലുതായി, ടീനേജായി. അതും ആദ്യത്തെ മകൻ സ്റ്റീഫൻ ജൂനിയർ. അവൻ കോളേജ് പഠിക്കാനായി ജോർജ് ടൗണിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോയി ഹോസ്റ്റൽ താമസിച്ച് പഠിച്ചുകൊണ്ടിരുന്നു. ജോർജ് ടൗണിൽ ഈ ഡയൻ തന്റെ 20 വയസ്സുള്ള മകൾ സ്റ്റെഫാനിയുമായി ഒറ്റയ്ക്ക് ജീവിക്കുന്നു. സാധാരണ ചില കുട്ടികൾ ടീനേജ് പ്രായം എത്തുമ്പോൾ അവർക്കും മാതാപിതാക്കൾക്കും ഇടയിൽ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. 2 പേർ പറയുന്നതും 2 പേർക്ക് മനസ്സിലാകില്ല. ആ ഒരു സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഡയനും അവരുടെ 20 വയസ്സുള്ള സ്റ്റെഫാനി എന്ന മകൾക്കുമിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഈ ഒരു സ്റ്റെഫാനി ഡേവിഡ് എന്നയാളെ പ്രണയിക്കാൻ തുടങ്ങി. ഇത് ഡയൻ ഇഷ്ടപ്പെട്ടില്ല. കാരണം ഡേവിഡിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവൻ വളരെ മോശം സ്വഭാവമാണ്. നന്നായി സ്കൂളോ കോളേജോ പോയിട്ടില്ല. മയക്കുമരുന്ന് കഴിച്ച് വെറുതെ കറങ്ങി നടക്കും. അങ്ങനെ ഒരു വ്യക്തിയുമായി തന്റെ മകൾക്ക് റിലേഷൻഷിപ്പ് ഉള്ളത് ഡയൻ ഒരിക്കലും അംഗീകരിക്കാൻ സാധിച്ചില്ല. അത് കാരണം തന്റെ മകളുടെ ജീവൻ നശിച്ചു പോകുമെന്ന് അവർ ഭയപ്പെട്ടു. അത് കാരണം സ്റ്റെഫാനിയോട് ആ ഒരു ബന്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷെ അവൾ അത് കേട്ടില്ല. എനിക്ക് അവനെ ഇഷ്ടമാണ്, ഭാവിയിൽ ഞാൻ അവനെ തന്നെ വിവാഹം കഴിക്കും, അത് ആരെക്കൊണ്ടും തടയാൻ കഴിയില്ല എന്ന് അമ്മയോട് അവൾ വഴക്കിടാൻ തുടങ്ങി. പല തവണ ഡേവിഡുമായി ഒളിച്ചോടാൻ പോലും അവൾ തീരുമാനിച്ചു. പക്ഷേ ഡയൻ എങ്ങനെയൊക്കെയോ ശ്രമിച്ച് അവളെ തടഞ്ഞു നിർത്തിയിരിക്കുകയായിരുന്നു. ഇങ്ങനെ ചില വർഷങ്ങൾ പോകുന്നു. 2002 അമ്മ മകൾക്കിടയിൽ ഒരുപാട് പ്രശ്നം. ഇപ്പോൾ സ്റ്റെഫാനി ഒരു ദിവസം പറഞ്ഞത്, ഞാൻ എൻ്റെ കാമുകന്റെ കൂടെ പോവുകയാണ്, അവനില്ലാതെ എനിക്ക് ജീവിക്കാനാകില്ല എന്ന് പറഞ്ഞു. അതിനവളുടെ അമ്മയും, ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ നിനക്ക് അവന്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല എന്ന് പ്രശ്നമുണ്ടാക്കി. ഇതിൽ ദേഷ്യം വന്ന സ്റ്റെഫാനി ഡേവിഡിനോട് ചെന്ന് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞു. എൻ്റെ അമ്മ നമ്മുടെ 2 ബന്ധത്തിനും തടസ്സമാണ്.
നിന്നോട് സംസാരിക്കാൻ പോലും അമ്മ അനുവദിക്കുന്നില്ല, നിന്റെ കൂടെ ജീവിക്കാനും അമ്മ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് ഡേവിഡ് പറഞ്ഞത്, നിനക്ക് നിന്റെ അമ്മയല്ലേ പ്രശ്നം, അത് ഞാൻ നോക്കിക്കൊള്ളാമെന്ന്. ആ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ വാക്കിന് ഒരുപാട് അർത്ഥമുണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ സ്റ്റെഫാനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ സ്റ്റെഫാനി ചോദിച്ചു, ഞാൻ നോക്കിക്കൊള്ളാം എന്ന് നീ പറഞ്ഞല്ലോ, അതിനെന്താണ് അർത്ഥമെന്ന്. അമ്മയെ നീ ഇപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? അമ്മയോട് പോയി സംസാരിച്ച് സമ്മതിപ്പിക്കാൻ പോവുകയാണോ എന്ന് ചോദിച്ചു. അതിനവനും, അങ്ങനെയൊന്നും ചെയ്യില്ല, നിന്റെ അമ്മ ഉള്ളത് കൊണ്ടല്ലേ പ്രശ്നം, അങ്ങനെയാണെങ്കിൽ നിന്റെ അമ്മയെ നമുക്കങ്ങ് കൊല്ലാം, അപ്പോൾ യാതൊരുവിധ പ്രശ്നവും കാണില്ലല്ലോ എന്ന് പറഞ്ഞു. ഇപ്പോൾ സ്റ്റെഫാനിക്ക് വല്ലാത്ത ഞെട്ടലായി. എന്നാൽ ഡേവിഡ് അവളെ സമാധാനപ്പെടുത്തിയത്, നിന്റെ അമ്മയുടെ പേരിൽ ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി ഉണ്ടല്ലോ, $2,00,000 കിട്ടും. ഒരു പക്ഷേ അമ്മ മരിച്ചാൽ ആ പണം മുഴുവനും നിനക്ക് ലഭിക്കും, അതുപയോഗിച്ച് നമുക്ക് സന്തോഷമായി ജീവിക്കാം, നിന്റെ അമ്മയും നമുക്ക് തടസ്സമാകില്ല എന്ന് പറഞ്ഞപ്പോൾ നല്ല പദ്ധതിയാണെന്ന് പറഞ്ഞ് ഈ സ്റ്റെഫാനിയും അതിന് സമ്മതിക്കുന്നു. അടുത്തത് എങ്ങനെ കൊല്ലണമെന്നുള്ളതാണ്. ഇവർക്ക് രണ്ടുപേർക്കും 20 വയസ്സിനുള്ളിൽ മാത്രമേ പ്രായമുള്ളൂ. കൊലപാതകം എന്നത് അവർക്ക് വലിയ കാര്യമാണ്, എങ്ങനെ ചെയ്യണമെന്നറിയില്ല. ഇപ്പോൾ ഡേവിഡ് പറഞ്ഞത്, എനിക്ക് തിമോത്തി എന്നൊരു കൂട്ടുകാരനുണ്ട്, അവനും അല്പം മോശം സ്വഭാവമാണ്, അവൻ ഒരുപാട് സീരിയൽ കില്ലേഴ്സുമായി ബന്ധമുണ്ട്. ഈ തിമോത്തി വഴി നമുക്ക് സീരിയൽ കില്ലറോട് സംസാരിച്ച് എങ്ങനെ കൊല്ലണമെന്നുള്ളത് പദ്ധതിയിടാം, അല്ലെങ്കിൽ തിമോത്തി നമ്മളെ സഹായിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവനോട് പോയി സംസാരിക്കുന്നു. ഈ തിമോത്തി പറഞ്ഞത്, തന്നെ കൊണ്ട് കൊലപാതകമൊന്നും ചെയ്യാൻ സാധിക്കില്ല, പക്ഷെ എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് തിരിച്ച് എന്ത് നീ തരുമെന്ന് ചോദിച്ചു. ഇപ്പോൾ ഡേവിഡ് പറഞ്ഞത്, അമ്മ മരിച്ചുപോയാൽ $2,00,000 ലൈഫ് ഇൻഷുറൻസ് പോളിസി കിട്ടും, അതിൽ $1,00,000 നിനക്ക് തരാം എന്ന് പറഞ്ഞപ്പോൾ തിമോത്തിക്കും ഒരുപാട് സന്തോഷം. ശരി, ഞാൻ നല്ലൊരു പദ്ധതി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ഇങ്ങനെ ജൂൺ 5, 2002 ഒരു ദിവസം സ്റ്റെഫാനി തൻ്റെ കാമുകനുമായി താമസിക്കാൻ പോവുകയാണെന്ന് അമ്മയോട് പറഞ്ഞു. ഇപ്പോൾ അമ്മ അവളെ തടയുന്നു. നീ അവനെ കാണാൻ പോകണ്ട, അവൻ്റെ കൂടെ പോയി താമസിക്കുന്നത് ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. നിങ്ങളുടെ സമ്മതം എനിക്ക് ആവശ്യമില്ല, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ജൂൺ 5 അവൾ വീട്ടിൽ നിന്നും ഇറങ്ങി കാമുകൻ്റെ കൂടെ പോയി താമസിച്ചു. ഇപ്പോൾ അടുത്ത ദിവസം ജൂൺ 6 അതിരാവിലെ അവൾ വീട്ടിലേക്ക് വന്നു. കതക് തുറന്ന് വീടിനകത്തേക്ക് കയറി. അവൾ മുറിയിലേക്ക് ചെന്നു. സ്റ്റെഫാനിയുടെ ബെഡ്റൂമിൽ അവളുടെ അമ്മ രക്തം വാർന്നു കിടന്നായിരുന്നു കണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ പോലീസിനെ കോൾ ചെയ്യുന്നു. പോലീസ് ആ സ്ഥലം മുഴുവനും പരിശോധിക്കുന്നു. മൂന്നാമതായി ഒരു വ്യക്തി ആ വീടിനകത്ത് വന്നതുപോലുള്ള യാതൊരു അടയാളവുമില്ല. എന്നാൽ മരിച്ചുപോയ ഡയന്റെ ശരീരം പരിശോധിച്ചതിൽ ഏകദേശം അവർ ഹാഫ് നേക്കഡായിരുന്നു. ഇടുപ്പിന് താഴെ യാതൊരു വസ്ത്രവും ഇല്ലാത്തതുകൊണ്ട് ഒരുപക്ഷെ അവരെ കൊല്ലാൻ വന്ന ആളുടെ ഉദ്ദേശം അവരോട് മോശമായി പെരുമാറുക എന്നുള്ളതായിരിക്കും എന്ന് ചിന്തിച്ചു. കാരണം ആ ഒരു വീട്ടിൽ നിന്ന് യാതൊരു വസ്തുക്കളും മോഷണം പോകാത്തത് കൊണ്ട് അവരോട് മോശമായി പെരുമാറാൻ ശ്രമിച്ചിട്ടുണ്ടാകും. അതിലൂടെ ആയിരിക്കാം ഈ ഒരു മരണവും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് പോലീസ് കരുതി. തുടക്കത്തിൽ അവർ അങ്ങനെ ചിന്തിച്ചാൽ കൂടിയും അത് തെളിയിക്കുന്ന രീതിയിൽ അവർക്ക് യാതൊരു തെളിവും അവിടെ നിന്ന് കിട്ടിയില്ല. മൊത്തത്തിൽ പോലീസിന് ഈ ഒരു കേസ് വളരെ കുഴപ്പം നിറഞ്ഞതായി മാറി. മരിച്ചുപോയ ഡയന്റെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കുമ്പോൾ അവരോട് ആരും മോശമായി പെരുമാറിയിട്ടില്ല എന്നുള്ളത് മനസ്സിലായി. സത്യത്തിൽ ഈ ഒരു മരണത്തിന് പിന്നിൽ എന്താണ് ഉദ്ദേശമെന്ന് പോലും മനസ്സിലായില്ല. ഇതുവരെയും പുറത്തുള്ള ഒരു മൂന്നാമത്തെ വ്യക്തിയെ സംശയിച്ചുകൊണ്ടിരുന്ന പോലീസ് ഇപ്പോൾ വീടിനുള്ളിലുള്ള മരിച്ചുപോയ ഡയന്റെ മകളായ സ്റ്റെഫാനിയെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായത് അവൾക്കും അവളുടെ അമ്മയ്ക്കും ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഡേവിഡ് എന്ന കാമുകൻ അവൾക്കുണ്ടായിരുന്നു. അവൻ കാരണമാണ് ഇത്രയും പ്രശ്നം വന്നതെന്നും പോലീസിന് മനസ്സിലായി. ഇപ്പോൾ പോലീസ് സ്റ്റെഫാനിയെ വിളിച്ച് അന്വേഷിച്ചു. കാമുകൻ ഡേവിഡിനെയും ചോദ്യം ചെയ്തു. നിർഭാഗ്യവശാൽ ഇവരാണ് കൊന്നു എന്നുള്ളതിന് യാതൊരു തെളിവും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു കേസിൽ നിന്നും ഇവരെ പുറത്താക്കുന്നു. കേസിന്റെ അന്വേഷണം അങ്ങനെ പതിയെ മങ്ങാൻ തുടങ്ങി. കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ യാതൊരു സസ്പെക്റ്റുമില്ലാത്ത ആ ഒരു സാഹചര്യത്തിൽ ഡയൻ മരിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ജയിലിൽ നിന്നും പോലീസിന് ഈ ഒരു കേസിന്റെ വലിയൊരു വഴിത്തിരിവ് ലഭിച്ചു. നേരത്തെ തന്നെ തിമോത്തി എന്നയാൾ ഡയനെ കൊല്ലുന്നതിന് ഡേവിഡിനെയും സ്റ്റെഫാനിയെയും സഹായിച്ചിരുന്നു. ആ തിമോത്തി ഒരു മോഷണ കുറ്റത്തിൽ ജയിലിലേക്ക് വരുന്നു. ജയിലിൽ തന്റെ കൂടെ ഉണ്ടായിരുന്ന സെൽമേറ്റിനോട് ഇങ്ങനെ ഡയൻ എന്ന സ്ത്രീയെ കൊല്ലാനായി ഞാൻ സഹായിച്ചു എന്നൊക്കെ ആ ഒരു കഥ പറഞ്ഞു. ഇത് അറിഞ്ഞ പോലീസും ഉടനെ തന്നെ തിമോത്തിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ തിമോത്തി നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. സത്യത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് തിമോത്തി ഓരോന്നായി പറയാൻ തുടങ്ങിയപ്പോൾ മുഴുവൻ പോലീസ് ഡിപ്പാർട്ട്മെന്റും ഞെട്ടി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റെഫാനി, ഡേവിഡ് രണ്ടുപേരും തിമോത്തിയോട് ചെന്നിട്ട് ഡയനെ കൊല്ലാൻ നല്ലൊരു പദ്ധതി ചോദിക്കുമ്പോൾ അവനും ഒരു പദ്ധതി പറഞ്ഞു കൊടുത്തു. ജൂൺ 5 അമ്മയോടൊന്നും പറയാതെ നീ പുറത്തേക്ക് വന്ന് കാമുകന്റെ കൂടെ താമസിക്കുക എന്ന് പറയുന്നു. അടുത്ത ദിവസം ജൂൺ 6 നീ വീട്ടിലേക്ക് പോകണം. കഥക് തുറന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ അവളുടെ അമ്മ അവൾക്ക് നേരെ വരുന്നു. ഞാൻ ഇന്നലെ അത്രയും നിന്നോട് പറഞ്ഞു അവന്റെ കൂടെ പോകണ്ട എന്ന്, എന്നിട്ടും നീ അവന്റെ കൂടെ തന്നെ പോയി താമസിച്ചു അല്ലേ എന്ന്. രണ്ടുപേർക്കും ഇടയിൽ ഒരുപാട് പ്രശ്നമുണ്ടായി. ഇപ്പൊ സ്റ്റെഫാനി അമ്മയെ കാര്യമാക്കാതെ വീടിനുള്ളിലേക്ക് പോയി. പക്ഷെ ഡയൻ വിട്ടില്ല. അവൾക്ക് പുറകിലേ പോയി അവളോട് വഴക്ക് പറയാൻ തുടങ്ങി. ഞാൻ നിന്റെ അമ്മയല്ലേ, ഞാൻ എത്ര തവണ നിന്നോട് പറയണം, ഞാൻ പറഞ്ഞത് നീ അനുസരിക്കില്ല എന്ന് രണ്ടുപേരും വീണ്ടും പ്രശ്നമുണ്ടാക്കി. ഇപ്പോൾ അവരുടെ പദ്ധതി എന്തെന്ന് ചോദിച്ചാൽ മെയിൻ ഡോറ് തുറന്നു വെച്ചിട്ട് വരിക. പുറകിലൂടെ അവളുടെ കാമുകൻ ഡേവിഡ് വരും. ഇപ്പോൾ പുറകിൽ വന്ന ഡേവിഡിനെ കണ്ട ഡയന് നല്ല ദേഷ്യം വരാൻ തുടങ്ങി. നീ എൻ്റെ മകളുടെ ജീവൻ നശിപ്പിച്ചത് കൂടാതെ എൻ്റെ വീട്ടിൽ തന്നെ വന്നോ എന്ന്
ഡേവിഡിനെ വഴക്ക് പറയാൻ തുടങ്ങി. ഈ സമയം ഡേവിഡ് അവൻ മറച്ചു വെച്ചിരുന്ന കത്തിയെടുത്തു മാറി മാറി ഡയനെ കുത്താൻ തുടങ്ങി. ഈ സമയം ഡയൻ രക്ഷപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി സ്റ്റെഫാനി അവളുടെ അമ്മയെ പിടിച്ചു വെച്ചിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കുക, സ്വന്തം മകൾ കാമുകന് വേണ്ടി അമ്മയെ പിടിച്ചു വെച്ചിരിക്കുന്നു. ആ കാമുകൻ അമ്മയെ കത്തി കൊണ്ട് കുത്തുന്നു. ആ അമ്മയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? സ്വന്തം മകളുടെ കൈകൊണ്ട് തന്നെ മരിക്കേണ്ടി വരുന്ന ഒരമ്മയുടെ അവസ്ഥ. എന്നാൽ ആ കത്തി കൊണ്ട് കുത്തുന്ന വേദന ആയിരിക്കില്ല ആ അമ്മയ്ക്ക് അപ്പോൾ അനുഭവിക്കേണ്ടി വന്നത്. സ്വന്തം മകൾ തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നല്ലോ എന്നൊരു വേദന ആയിരിക്കും. ഡയനെ അത്ര ക്രൂരമായി അവർ കൊല്ലുകയാണ്. ഡേവിഡിന് ഡയനോട് അത്രയേറെ ദേഷ്യമുണ്ടായിരുന്നു. 29 തവണ ഡയനെ കത്തി കൊണ്ട് കുത്തി. അതിൽ 9 തവണ അവരുടെ തലയിൽ തന്നെ കുത്തി. ഒരു ഘട്ടത്തിൽ അവരുടെ ഹൃദയത്തിൽ കത്തി കൊണ്ടുള്ള കുത്തേൽക്കുകയും പുറകിലൂടെ ആ കത്തി പുറത്തേക്ക് വരികയും ചെയ്തു. അത്രത്തോളം മുറിവും ഒരുപാട് രക്തവും പോയതുകൊണ്ട് ഡയൻ ആ സ്ഥലത്ത് തന്നെ മരിക്കുന്നു. ഈ ഒരു കൊലപാതകം എങ്ങനെ ചെയ്യണമെന്ന ഐഡിയ കൊടുത്ത തിമോത്തിയുടെ റോൾ ഇവിടെ എന്തെന്ന് ചോദിച്ചാൽ, അവൻ വീടിൻ്റെ പുറത്തു നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ, ആ ശബ്ദം ആരെങ്കിലും കേൾക്കുന്നുണ്ടോ, മൂന്നാമതായി ഒരാൾ വരുന്നുണ്ടോ, പോലീസ് വരുന്നുണ്ടോ, ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതായിരുന്നു അവൻ്റെ ജോലി. അവസാനം ഈ ഒരു സംഭവം എല്ലാത്തിനും ശേഷം ഡേവിഡ് സ്റ്റെഫാനി രണ്ടുപേരും ആ വീടിനുള്ളിൽ തന്നെ കാത്തിരിക്കുന്നു. അവരുടെ പദ്ധതി എന്തെന്ന് ചോദിച്ചാൽ, ആ വീടിനുള്ളിൽ ഏതോ ഒരു വ്യക്തി വന്ന് ഡയനോട് മോശമായി പെരുമാറി അവരെ കൊന്നതുപോലെ ഒരു സെറ്റ് ഉണ്ടാക്കുക. അങ്ങനെ ആ ഒരു സ്ഥലം സെറ്റ് ചെയ്യാൻ തുടങ്ങി. ഡയൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാം റിമൂവ് ചെയ്യാൻ തുടങ്ങി. ആരോ ഒരാൾ അവരോട് മോശമായി പെരുമാറാൻ ശ്രമിച്ചതുപോലെ എല്ലാം സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഡേവിഡ് തിമോത്തി രണ്ടുപേരും പോയി. അകത്തുണ്ടായിരുന്ന സ്റ്റെഫാനി ഒന്നും അറിയാത്തതുപോലെ പോലീസിനെ കോൾ ചെയ്ത് കരഞ്ഞ് നിലവിളിയിട്ട് അഭിനയിക്കാൻ തുടങ്ങി. ഈ ഒരു കേസിൽ കൊലപാതകത്തിന് സഹായിച്ച തിമോത്തി പോലീസിനോട് എല്ലാ സത്യങ്ങളും പറയുന്നു. കാരണം അവൻ ഇതിൽ ഡയറക്റ്റ് ഇൻവോൾവ് ആകാത്തത് കൊണ്ട് തന്നെ സത്യം തുറന്നു പറയുകയാണെങ്കിൽ തനിക്ക് കിട്ടുന്ന ശിക്ഷ കുറവായിരിക്കുമെന്നുള്ളത് അവൻ അറിയാം. അതുകൊണ്ട് എല്ലാ സത്യവും അവൻ പറഞ്ഞു. അങ്ങനെ ഡയനെ കൊന്ന കുറ്റത്തിന് തിമോത്തി, ഡേവിഡിന്റെ കാമുകി സ്റ്റെഫാനി 3 പേരെയും അറസ്റ്റ് ചെയ്തു. ഈ ഒരു കേസ് കോടതിയിൽ ട്രയലിനായി പോകുന്നു. ഇതിൽ ഡയറക്റ്റ് ഇൻവോൾവ് ആയില്ലെങ്കിലും ഇതിനെ സഹായിച്ച തിമോത്തിക്ക് 6 വർഷത്തെ ജയിൽ ശിക്ഷ കൊടുത്തു. ഇതിലെ പ്രധാന കുറ്റവാളിയായി കരുതപ്പെടുന്ന സ്റ്റെഫാനിയുടെ കാമുകനായ ഡേവിഡിന് 30 വർഷത്തെ ജയിൽ ശിക്ഷ കൊടുത്തു. ഇതിൽ മൂല കാരണമായിരുന്ന തന്റെ അമ്മയെ തന്നെ കൊല്ലാൻ പദ്ധതിയിട്ട ഏർപ്പാടാക്കിയ സ്റ്റെഫാനിക്ക് 25 വർഷത്തെ ജയിൽ ശിക്ഷ കൊടുത്തു. നമ്മൾ ഒരുപാട് കേസുകൾ കണ്ടിട്ടുണ്ട്. ഈ ടീനേജ് പ്രായം എന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ്. നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാകില്ല, അവർ പറയുന്നത് നമുക്ക് മനസ്സിലാകില്ല. സാധാരണ നമ്മൾ എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഓരോ സ്റ്റേജുകൾ ക്രോസ് ചെയ്ത് വന്നവരായിരിക്കും. എന്നാൽ ഇടയിലെ ഈ ടീനേജിലായിരിക്കും അച്ഛനമ്മമാർ പറയുന്നത് എന്ത് പറഞ്ഞാലും അത് തെറ്റായി തോന്നുന്നത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടീനേജേഴ്സ്, നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഈ പ്രായത്തിൽ അച്ഛനമ്മമാർ പറയുന്നത് എന്തും തെറ്റായി മാത്രമേ തോന്നൂ. പക്ഷെ വിശ്വസിക്കുക, അതെല്ലാം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും. അതല്ലാതെ അവർ പറയുന്നതിൽ അവർക്ക് യാതൊരുവിധ സ്വാർത്ഥതയോ സ്വന്തം താല്പര്യമോ ഒന്നും തന്നെ കാണില്ല. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.